ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എക്സാമൊക്കെ ഈസി ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നതെന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, there are two parts in the first question, 1A and 1B. Answer any one. ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ 1A 1B എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. 1A എന്ന് പറയുന്നത് ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ, പിന്നെ ഒരു ഐഡൻറ്റിറ്റി കാർഡാണ് തന്നിട്ടുള്ളത്. നെയിം ഓഫ് ദ പ്ലാനറ്റ് മെർക്കുറി, ഡിസ്റ്റൻസ് ഫ്രം ദ സൺ, ഫസ്റ്റ് പ്ലാനറ്റ് ഫ്രം ദ സൺ, എന്താണ് സൂര്യനിൽ നിന്ന് ഒന്നാമത്തെ ഗ്രഹമാണ്. പൊസിഷൻ ഓഫ് ദ പ്ലാനറ്റ് എന്താണ്, ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ വീനസ്, വീനസിനും സണ്ണിനും ഇടയിലാണ്. സ്പെഷ്യാലിറ്റി ദ സ്മോളസ്റ്റ് പ്ലാനറ്റുമാണ്. ഇനി ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ സോളാർ സിസ്റ്റം ആൻഡ് ദ ഫോളോയിങ് ദ ഗിവൺ മോഡൽ. പ്രിപ്പയർ ദ ഐഡൻറ്റിറ്റി കാർഡ് എനി വൺ ഓഫ് ദ പ്ലാനറ്റ് അതർ ദാൻ മെർക്കുറി. മെർക്കുറി അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പ്ലാനറ്റിനെ കുറിച്ചുള്ള ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏതിനെ കുറിച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. മെർക്കുറി വേണ്ട, വീനസ്, എർത്ത്, മൂണ്, മാസ്, അതുപോലെ തന്നെ ഏതിന് നെപ്റ്റ്യൂൺ, ഏതിനെ കുറിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഭൂമിയാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, എർത്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എർത്തിനെ കുറിച്ച് എന്ത് എഴുതാം? നെയിം ഓഫ് ദ പ്ലാനറ്റ് എർത്ത് എന്ന് എഴുതി കൊടുക്കാം. ഡിസ്റ്റൻസ് ഫ്രം ദ സൺ ആണോ? സൺ എങ്ങനെയാണ്? ഫസ്റ്റ് പ്ലാനറ്റ് ഫ്രം ദ സൺ ആണ് മെർക്കുറി. അപ്പോൾ ഇതെന്താണ്? തേർഡ് പ്ലാനറ്റ് ആണല്ലോ. ഫസ്റ്റ് മെർക്കുറി, പിന്നെ വീനസ്, പിന്നെ എർത്ത് ആണ്. അപ്പോൾ തേർഡ് പ്ലാനറ്റ് ഫ്രം ദ സൺ എന്ന് എഴുതി കൊടുക്കാം. പൊസിഷൻ ഓഫ് ദ പ്ലാനറ്റ് എവിടെയാണ്? ബിറ്റ്വീൻ വീനസ് ആൻഡ് മൂണാണല്ലേ. വീനസ് ആൻഡ് മൂണാണ്. വീനസിനും മൂണിനും ഇടയിലാണ്. വീനസ് ഇവിടെ, മൂൺ ഇവിടെ, ഇതിന് രണ്ടിൻ്റെയും ഇടയിലാണ്. സ്പെഷ്യാലിറ്റി എന്ത് കൊടുക്കാം? ലിവിങ് പ്ലാനറ്റ് ആണല്ലേ. അതും നമുക്കവിടെ സ്പെഷ്യാലിറ്റിയിലായിട്ട് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം. നെയിം ദ ടെറസ്ട്രിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ പ്ലാനറ്റ് ഇൻ എ ഫിക്സ്ഡ് ഓർബിറ്റ്. ഒരു ഫിക്സ്ഡ് ഓർബിറ്റിൽ എന്താ റിവോൾവ് ചെയ്ത്, ഗ്രഹങ്ങൾക്ക് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആകാശഗോളം ഏതാണ്? ടെറസ്ട്രിയൽ ബോഡീസ് എന്ന് പറയുന്നത്? ഇവിടെ തന്നിട്ടുള്ളത് അസ്റ്റോറിഡ്സ്, സാറ്റലൈറ്റ്, കോമറ്റ്സ്, മെറ്റോൾസ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സാറ്റലൈറ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഇനി ഇതിലെ ഓർ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഓപ്ഷൻസ് ഉണ്ടെന്നല്ലേ. ഓർ ക്വസ്റ്റ്യൻ 1B ആണ്. The earth is blue, how wonderful, it is amazing, യൂറി ഗഗാറിൻ. ഭൂമി എന്ന് പറയുന്നത്, എർത്ത് എന്ന് പറയുന്നത് എന്താണ്? ബ്ലൂ നിറത്തിലാണല്ലേ. മാത്രമല്ല അത് വളരെ അത്ഭുതമായിട്ടുള്ളതും അതിശയിപ്പിക്കുന്നതുമാണെന്നാണ് യൂറി ഗഗാറിൻ പറയുന്നത്. ചോദ്യം, ദീസ് ആർ ദ വേർഡ്സ് ഓഫ് യൂറി ഗഗാറിൻ അബൌട്ട് വൺ ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത്. അപ്പോൾ എർത്തിൻ്റെ ഒരു ഫീച്ചറിനെ കുറിച്ചിട്ടാണ് ഇവിടെ യൂറി ഗഗാറിൻ പറഞ്ഞിട്ടുള്ളത്. ബിസൈഡ്സ് ബീയിങ് ദ ബ്ലൂ പ്ലാനറ്റ്, വാട്ട് അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഡസ് ദ എർത്ത് ഹാവ് ലിസ്റ്റ് ഔട്ട്. എന്താ പറഞ്ഞത്? ഒന്ന് ബ്ലൂ പ്ലാനറ്റ് എന്നുള്ളതാണ്. വേറെ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മുടെ ഈ ഒരു എർത്തിനുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ്? നമുക്കറിയാം എർത്ത് എന്ന് പറയുന്നത്, എർത്തിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അല്ലേ. ഒന്നെന്ന് പറയുന്നത് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണ്. ഓക്കെ, വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഇതിനെന്തുണ്ട്? ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതുമാത്രമല്ല എയറിൻ്റെ പ്രസൻസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. മാത്രമല്ല ജീവനുള്ള ഗ്രഹമാണ്, ജിയോയിഡ് നീല നിറത്തിലുള്ള ഗ്രഹമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത്, ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ റൊട്ടേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് കണ്ടെത്തേണ്ടത്. ഫസ്റ്റ് വൺ, ഇറ്റ് മൂവ്സ് അറൗണ്ട് ദ സൺ ഓൺ എ ഫിക്സ്ഡ് ഓർബിറ്റ്. ഒരു ഫിക്സ്ഡ് ഓർബിറ്റിൽ സൂര്യനെ ചുറ്റിപ്പറ്റിയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അടുത്തത്, സീസൺസ് ആർ എക്സ്പീരിയൻസ്ഡ്. സീസൺസ് അനുഭവപ്പെടുന്നുണ്ട്. ഓൾട്ടർനേറ്റീവ് നൈറ്റ് ആൻഡ് ഡേ, എന്താണ്? നൈറ്റും ഡേയും ഉണ്ടാകുന്നുണ്ട്. ദ എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം ദ ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് സഞ്ചരിക്കുന്നത്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള? റൊട്ടേഷനുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. നൈറ്റും ഡേയും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സീസൺ ഉണ്ടാകുന്നത് റൊട്ടേഷനുമായി ബന്ധപ്പെട്ടതല്ല അല്ലേ. അപ്പോൾ ഇതാണ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദർ ആർ സെവറൽ ലോസ് ആൻഡ് സിസ്റ്റംസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങളും അതുപോലെ സംവിധാനങ്ങളൊക്കെ നിലവിലുണ്ട്. ചോദ്യം, പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ ടു ഇൻ്റർവ്യൂ ചൈൽഡ് ലൈൻ ആക്ടിവിറ്റീസ് ടു നോ അബൌട്ട് ചൈൽഡ് റൈറ്റ്.
ചൈൽഡ് റൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരുമായിട്ട് അഭിമുഖം നടത്താനുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് 4 ചോദ്യങ്ങളാണ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചോദിക്കാം? എങ്ങനെയാണ് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത്, ഏതൊക്കെ നിയമങ്ങളാണ് നിലവിലുള്ളത്, ദെൻ എന്തെങ്കിലുമൊക്കെ അബ്യൂസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കാൻ വേണ്ടി പറ്റും. ഇനി ബി ചോദ്യം, ഓൺലൈൻ ജോബ് ഓഫർ സ്കാം കാൻഡിഡേറ്റ്സ് ബി അലേർട്ട്. എന്താണ്? ഓൺലൈൻ ജോലി വാഗ്ദാനം തട്ടിപ്പ്, ഉദ്യോഗാർത്ഥികൾ ജാഗ്രത പാലിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് വിച്ച് ലോ ഹാസ് ബീൻ ഇനാക്റ്റഡ് ടു പ്രൊട്ടക്റ്റ് അസ് ഫ്രം സച്ച് സിറ്റുവേഷൻസ്. ഇത്തരം സിറ്റുവേഷൻസിൽ നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്ന ഏത് നിയമമാണ് ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005, കൺസ്യൂമർ പ്രൊട്ടക്റ്റ് ആക്ട് 2019, ഇൻഫർമേഷൻ ടെക്നോളജി എഡ്യൂക്കേഷൻ ആക്ട് 2000 ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്നുള്ളതാണ്. ഇനി അടുത്ത 3ാമത്തെ ചോദ്യം, ചർക്ക ബിക്കെയിം ദ സിംബൽ ഓഫ് ദ സ്വദേശി മൂവ്മെൻറ്റ് ഇൻ ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൻ്റെ സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഒരു സിംബലായിട്ടാണ് ചർക്കയെ നമ്മൾ കണ്ടിട്ടുള്ളത്. വൈ? എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ സിംബലായിട്ട് പറയുന്നത്? കാരണം ഈ ചർക്ക എന്ന് പറയുന്നത് വിദേശ വസ്ത്ര ബഹിഷ്കരണം നടത്തുക, അതുപോലെ തന്നെ ഖാദി പ്രസ്ഥാനം കൊണ്ടുവരിക, സ്വദേശി വസ്ത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ചർക്കയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഖാദി തൊഴിലാളികൾ കൂടുതലായിട്ട് വരണം, ഖാദി വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കണം, ഫോറിൻ ക്ലോത്ത്സും കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പോയിന്റ്സ് ഒക്കെയാണ് നിങ്ങളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം. Which of the pairs is rightly matched with the employment sectors in the field of cloth manufacturing? ക്ലോത്ത് മാനുഫാക്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കാം. അഗ്രികൾച്ചർ, ട്രാൻസ്പോർട്ടേഷൻ, ഡൈയിങ്, എംബ്രോയിഡറി, ഡൈയിങ്, അഗ്രികൾച്ചർ, ഡിസൈനിങ്, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളത് മാച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്കറിയാം അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? അപ്പോൾ ഇതിൽ ഏതാണ് ക്ലോത്ത് മാനുഫാക്ചറുമായിട്ട് ബന്ധപ്പെട്ടത്? ഓപ്ഷൻ ഡി ആണ് അല്ലേ, എംബ്രോയിഡറിയും ഡിസൈനിങ്ങുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്ത ചോദ്യം നോക്കാം. ദ ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ക്ലോത്ത് മാനുഫാക്ചറിങ്. എന്താണ്? ഒരു സൊസൈറ്റിയിലെ ചേഞ്ചസ് എന്ന് പറയുന്നത് എപ്പോഴും അവിടുത്തെ ക്ലോത്ത് മാനുഫാക്ചറിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരും അല്ലേ. നമ്മളൊരു പാഠഭാഗത്തിൽ പഠിച്ചതാണ്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ചേഞ്ചസ് ഇൻ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള ചേഞ്ചസുകളെ കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും അതിൽ? നമുക്കറിയാം ഒരുപാട് ന്യൂ മെഷീനറീസ് ഒക്കെ, വേവി മെഷീനറീസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നു അല്ലേ. അതുപോലെ തന്നെ അവിടെ അത് കൊണ്ടുവന്നതോട് കൂടിയിട്ട് ഈ ഒരു ക്ലോത്ത് മാനുഫാക്ചറിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. മാത്രമല്ല ക്വാളിറ്റി ഉള്ളതും അതുപോലെ വെറൈറ്റീസ് ആയിട്ടുള്ളതുമായിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ ഈ ഡൈയിങ് സിസ്റ്റം, കളറിങ് സിസ്റ്റം, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ് കൊണ്ടുവരിക, അതൊക്കെ കൊണ്ടുവന്നതോട് കൂടിയിട്ടാണ് ഇതിൽ എന്ത് ചെയ്തത്? ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ്സ് ഒക്കെയാണ് നിങ്ങളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി ഇതിലെ അടുത്ത ചോദ്യം 4ാമത്തെ ചോദ്യമാണ്. സോഷ്യൽ ഇനീക്വാലിറ്റി, പൊസിഷൻ ഓഫ് പവർ, ലാക്ക് ഓഫ് റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ദ ഡിസ്ക്രിമിനേഷൻ ഇൻ ദ സൊസൈറ്റി. അപ്പോൾ ഈ ഒരു സോഷ്യൽ ഇനീക്വാളിറ്റി, അതുപോലെ തന്നെ പൊസിഷൻ അല്ലേ, ഒരു പവർ, അതുപോലെ ലാക്ക് ഓഫ് റൈറ്റ്, ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെയാണ് സമൂഹത്തിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇനി ഇവിടെ തന്നിട്ടുണ്ട്. ചോദ്യം, ഫ്രം ദ ഗിവൺ വൺസ് ഫൈൻഡ് ഔട്ട് ദ ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു എക്കണോമിക് ഇനീക്വാളിറ്റി. അപ്പോൾ ഇവിടെ താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് എക്കണോമിക് ഇനീക്വാളിറ്റീസിന് കാരണമാകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? അൺഎംപ്ലോയ്മെൻറ്റ്, കൊളോണിയലൈസേഷൻ, ഡിഫറൻസ് ഇൻ ഇൻകം, റൂറൽ അർബൻ ഡിഫറൻസ്. ഇതിൽ ഏതൊക്കെയാണ്? ഒന്ന് അൺഎംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ ഡിഫറൻസ് ഇൻ ഇൻകം. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഈ 1ഉം 3ഉം ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി റൈറ്റ് ദ റീസൺസ് ഫോർ ദ ഡിഫറൻസ് ഇൻ ഫാമിലി ഇൻകം ഇൻ ദ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലെ ഫാമിലി ഇൻകത്തിൽ വരുന്ന ഡിഫറൻസിന് കാരണമാകുന്നത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ്? പ്രത്യേകിച്ച് ഇൻകം സോഴ്സിൽ വരുന്ന ഡിഫറൻസ് തന്നെയാണ് അല്ലേ. ഇൻകം സോഴ്സിൽ വരുന്ന ഡിഫറൻസ്, അതുപോലെ തന്നെ പിന്നെ ഓപ്പർച്യൂണിറ്റീസിൽ വരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ഇനീക്വാളിറ്റീസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ട്.
സി ചോദ്യം പ്രിപ്പയർ എ നോട്ട് ഓൺ ഹൗ ദ ഡിഫറൻസസ് ഇൻ ഇൻകം അഫക്ട് ദ ഫാമിലി മെമ്പേഴ്സ്. എങ്ങനെയാണ് ഫാമിലി മെമ്പേഴ്സിനെ ഈ ഒരു വരുമാനത്തിലെ ഡിഫറൻസ് ഒക്കെ ബാധിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിൽ ഇൻകം കുറവാണെങ്കിൽ എന്താണ്, നമ്മുടെ ആ ഒരു ലിവിങ് സ്റ്റാറ്റസ് തന്നെ ബാധിക്കും അല്ലേ. ലിവിങ് സ്റ്റാറ്റസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഓരോ മെമ്പേഴ്സിൻ്റെയും നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽറ്റി ഉണ്ടായിരിക്കും. അതുപോലെ അവർക്ക് ആവശ്യത്തിനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം. എമംഗ് ദ വാർണിംഗ് സൈൻസ് ഗിവൺ ഹിയർ ഓൺ റോഡ് സേഫ്റ്റി. റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് വാർണിംഗ് സൈൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. വിച്ച് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് പെഡസ്ട്രിയൻസ് ആർ നോട്ട് അലൗഡ്. പെഡസ്ട്രിയൻസ് അലൗഡ് അല്ല എന്ന് കാണിക്കുന്നത് ഏത് സൈനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് സൈനാണ് ഇവിടെ പെഡസ്ട്രിയൻസ് അലൗഡ് അല്ല എന്ന് കാണിക്കുന്നത്? ബി ആണല്ലേ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഫൈൻഡ് ദ റൈറ്റ് ഡൗൺ ദ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ലെജിസ്ലേഷൻ ഇൻ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ലെജിസ്ലേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കണം. ലോസ് ആർ ഫോംഡ് ഫ്രം പ്രാക്ടീസസ്. പ്രാക്ടീസസിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ശരിയാണോ? അല്ല അല്ലേ. അതുപോലെ ലോസ് ആർ ഫോംഡ് ബൈ ലെജിസ്ലേറ്റീവ് ബോഡി. ലെജിസ്ലേറ്റീവ് ബോഡീസ് ആണ് ലോസ് ഉണ്ടാക്കുന്നത്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ലോസ് ആർ ഫോംഡ് ആസ് പാർട്ട് ഓഫ് സോഷ്യൽ ഓർഡർ. സോഷ്യൽ ഓർഡറിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അത് ശരിയാണോ? അല്ല. ഇനി ജഡ്ജ്മെൻറ്റ് ഓഫ് ദ കോർട്ട് ഇന്റർപ്രിറ്റേഷൻ ആൻഡ് റെക്കമെൻഡേഷൻസ് കോൺട്രിബ്യൂട്ട് ടു ദ ഫോർമേഷൻ ഓഫ് ലോ. കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും നിയമനിർമ്മാണത്തിന് കാരണമാകുന്നു. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ ഈ 2 പോയിന്റ്സ് ആണ് ഇവിടെ ശരിയായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഇനി ഇതിലെ സി ചോദ്യം നോക്കാം. വാട്ട് കുഡ് ഹാപ്പൻ ടു ദ സൊസൈറ്റി ഇറ്റ് ലോസ് ആർ നോട്ട് ഫോളോഡ്. നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സമൂഹത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? അതൊന്ന് പട്ടികപ്പെടുത്താനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ സംഭവിക്കും? ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടാവും അല്ലേ. കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത് ആ ഒരു സമൂഹത്തിൻ്റെ എക്സിസ്റ്റൻസിനെ തന്നെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യാം. മാത്രമല്ല വ്യക്തികളുടെ ജീവിതത്തെ അല്ലെ, ഇൻഡിവിജ്വൽ ലൈഫിനെയും അത് എഫക്റ്റ് ചെയ്യും. അതൊക്കെ നമുക്കിവിടെ എഴുതാൻ വേണ്ടി പറ്റും. കൂടാതെ നിയമലംഘനം നടന്നു കഴിഞ്ഞാൽ അവിടെ കോടതി ശിക്ഷകളും നടപ്പിലാക്കേണ്ടി വരും. ഇനി അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ 6 ഹാസ് 2 പാർട്സ് ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ 2 പാർട്ടുണ്ട്. 6A 6B എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒന്നിന് ആൻസർ ചെയ്താൽ മതി. 6A ദ പ്ലക്കാർഡ്സ് പ്രിപ്പയർഡ് ബൈ ചിൽഡ്രൻ ഇൻ കണക്റ്റിംഗ് വിത്ത് ദ കൺസർവേഷൻ ഓഫ് വാട്ടർ ഓൺ വേൾഡ് വാട്ടർ ഡേ ആർ ഗിവൺ. വേൾഡ് വാട്ടർ ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാട്ടർ കൺസർവേഷനെ കണക്ട് ചെയ്തുകൊണ്ട് കുട്ടികൾ ഉണ്ടാക്കിയ പ്ലക്കാർഡ്സ് ആണിത്. ഒന്നാമത്തെ പ്ലക്കാർഡ് റെയിൻ വാട്ടർ ഈസ് ദ വെൽത്ത് ഓഫ് ദ സോയിൽ. എന്താണ്? സോയിലിൻ്റെ സമ്പത്താണ് റെയിൻ വാട്ടർ എന്ന് പറയുന്നത്. ലെറ്റ്സ് അവോയ്ഡ് കോൺക്രീറ്റ് ഇൻ ദ യാർഡ്. മുറ്റത്തെ കോൺക്രീറ്റ് ഒക്കെ നമുക്ക് ഒഴിവാക്കാമെന്നും പറയുന്നുണ്ട്. ഇതിൽ എ ചോദ്യം ഫൈൻഡ് ഔട്ട് മോർ വേസ് ടു കൺസേർവ് വാട്ടർ ആൻഡ് പ്രിപ്പയർ പ്ലക്കാർഡ്സ്. എന്താണ്? ഈ ഒരു വെള്ളം കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും 4 മാർഗങ്ങൾ കണ്ടെത്തിയിട്ട് പ്ലക്കാർഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ ടെറസ് ഫാമിങ്, അതുപോലെ തന്നെ ഈ മഴക്കുഴികൾ ഉണ്ടാക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണല്ലേ. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ തയ്യാറാക്കാൻ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ വാട്ടർ കൺസർവേഷൻ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഹരിത കേരള മിഷൻ. ഹരിത കേരള മിഷൻ്റെ ഏത് പ്രൊജക്റ്റാണ് താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായിട്ടുള്ളത്? 1 മാലിന്യമുക്ത നവകേരളം, തെളിനീരൊഴുകും നവകേരളം, ജലജീവൻ മിഷൻ, ഇനി ഞാൻ ഒഴുകട്ടെ. ഇതിൽ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി ഇതിലെ 6ലെ ബി ചോദ്യം നോക്കാം. അറേഞ്ച് ദ ഗിവൺ ക്രോപ്സ് ബൈ ഗിവിങ് സ്യൂട്ടബിൾ ഹെഡിങ്സ്. കറക്റ്റ് ഹെഡിങ്സിൽ ഇത് എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളത് കോക്കനറ്റ്, ടീ, പാഡി, കാർഡമം, കൊളോക്കേഷ്യ, ടോപ്പിയോക്കോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കൊടുക്കാം? 1 കോസ്റ്റൽ ഏരിയയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി കേരളത്തിലെ ഫിസിയോളജി അനുസരിച്ചാണല്ലേ. അപ്പോൾ ഫസ്റ്റ് ഏതാണ്? ഫസ്റ്റ് വരുന്നത് ഹൈലാൻഡ് എന്നുള്ളതാണ്. ഹൈലാൻഡിൽ ടീ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഏതാണ്? കാർഡമമാണ് ഈ ഒരു ഹൈലാൻഡിൽ വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് മിഡ്ലാൻഡ് ആണ്. മിഡ്ലാൻഡിൽ വരുന്നത് 1 കൊളക്കാഷ്യോ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ടാപ്പിയോക്കോ ആണ്. ഓക്കെ, ടാപ്പിയോക്കോയും കൂടെ ഇങ്ങോട്ട് എഴുതി കൊടുക്കുക. കോസ്റ്റൽ ഏരിയയിലാണെങ്കിൽ 1 പറയുന്നത്
പാഡി വരും, അതുപോലെ തന്നെ കോക്കനറ്റ് വരും. ഇത് രണ്ടുമാണ് അവിടെ വരുന്നത്. ഇനി ഓൾ ക്രോപ്സ് ആർ നോട്ട് കൾട്ടിവേറ്റഡ് ഇൻ ഓൾ ജിയോഗ്രഫിക്കൽ ഏരിയാസ്. വൈ? എന്തുകൊണ്ടാണ് എല്ലാ ജിയോഗ്രഫിക്കൽ ഏരിയാസിലും എല്ലാതും നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്? വൈ? ഗീവ് റീസൺസ്. അതിൻ്റെ റീസൺസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ ക്രോപ്സിനും അനുയോജ്യമായിട്ടുള്ള എന്തൊക്കെ ഉണ്ടായിരിക്കും? അവിടുത്തെ ഫിസിയോളജി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അവിടുത്തെ ക്ലൈമറ്റ് എന്നിവയൊക്കെ ഉണ്ടായിരിക്കും. മാത്രമല്ല അവിടുത്തെ സോയിൽ, വാട്ടറിങ് ഓക്കെ, അതുപോലെ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം, ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളവിടെ ഓരോന്നും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ സ്ഥലത്തും ഡിഫറൻസ് ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതാണ് നിങ്ങളവിടെ ആൻസർ ആയിട്ട് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ നോക്കി എല്ലാ കൂട്ടുകാരും നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്? നമ്മുടെ ഹിന്ദിയാണ് എക്സാം ആയിട്ട് വരുന്നത്. അല്ല സോറി, ബേസിക് സയൻസ് ആണ് വരുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എല്ലാ ക്ലാസ്സുകളും കാണുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.